അടിപൊളി പടമാണ്. വീണ്ടും ഇരുന്ന് കാണുന്നതാണ്. ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ പൊളിച്ചടിക്കുക, അടിപൊളി. അതായത് നമ്മളെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ ആ പടത്തിനൊരു എഫക്റ്റ് നമ്മളതിലുണ്ട്. കൊള്ളാം, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ, ഒരു രക്ഷയല്ല, കിട്ടില്ലാകുമ്പോ നല്ല സിനിമ, ഫാമിലി പടം, നല്ല സിനിമ, അടിപൊളി കിട്ടണപ്പടം, അടിപൊളി പടം, ഒരു രക്ഷയില്ല, സൂപ്പർ. നല്ല ഈ ചവറ് പടങ്ങൾ എടുക്കാതെ ഇതേപോലത്തെ ഫാമിലി എന്റർടൈൻമെന്റ് പടങ്ങൾ എടുക്കുന്നത് അല്ലാതെ ഈ അടിയും കുത്തും വെട്ടും കുത്തുമുള്ള സിനിമകൾ എടുക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഇന്ത്യയില് ഒരേ ഒരു നടനാണ്. ദൃശ്യത്തിന് ശേഷം ഇതേപോലെ കണ്ടിട്ടുള്ള ഒരു സിനിമ. അപാര പെർഫോമൻസ്, എല്ലാരും നന്നായിട്ട്. നല്ലൊരു പടമാണ്. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലെ കുറച്ച് പടങ്ങളൊക്കെ നെഗറ്റീവ് ആയെങ്കിലും മലയാളികൾക്ക് പ്രിയപ്പെട്ട തിരിച്ചു വന്നിരിക്കുകയാണ്. അടിപൊളി പടം. ഫാമിലി അടിച്ചു കയറും. പൊളിയാണ്, സെറ്റ് അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഥ പോകുന്നത് വേറെ ലെവലാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ഒഴുക്കുമട്ടിന് പോയിട്ട് സെക്കൻഡ് ഹാഫ് ലാലേട്ടന്റെ അഭിനയ മുഹൂർത്തങ്ങളും എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫുൾ ത്രില്ലിംഗ്, ഒരു സെക്കൻഡ് പോലും ലാഗില്ല. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോ ബാക്കി ഒപ്പീനിയൻ ആണ് അറിയേണ്ടത്. പറയണോ? തകർത്തോ? എല്ലാം ഗംഭീരായിട്ടുണ്ട്. ഗംഭീര പടം. താങ്ക് യു. പ്രേക്ഷകരോട് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഗംഭീരായിട്ടുണ്ട് സിനിമ. എല്ലാരും വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ എന്താ പറയണ്ടേ, കാരണം അത്രമാത്രം ആളുകൾ ഏറ്റെടുത്ത് ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. എത്രയോ സന്തോഷമാണ് നമ്മളത് കാണുമ്പോഴത്തേക്ക്. എനിക്കത് പറയാൻ പറ്റുന്നില്ല, കാരണം അത്രമാത്രം സന്തോഷമാണ് എല്ലാവരും പറയുന്നത്. ഒരാൾ പോലും വന്നിട്ട് അത് മോശമാണെന്ന് പറയാതെ ഒരു തിയേറ്ററിൽ അവസാനം അത്രമാത്രം ഒരു റെസ്പോൺസ് കാണുമ്പോൾ നിങ്ങൾ കാണുകയല്ലേ. ഞാനിത് വെറുതെ സിനിമ കാണാൻ വന്ന ഒരാളാണ്. അപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഇതിനകത്ത് ലാലേട്ടൻ, ശോഭന, പ്രകാശ് വർമ്മ, നമ്മുടെ ടെക്നീഷ്യൻസ്മാരെല്ലാവരും, അവരെ കുറിച്ച് പറയാൻ പറ്റില്ല, എല്ലാവരും, ജെയ്ക്സ് ആയാലും ഷാജി ആയാലും, എനിക്ക് പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. എല്ലാവരും അതുപോലെ കോപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച സംവിധായകൻ ഉൾപ്പെടെയുള്ള ഒരു ക്രൂ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും വിജയമാണ്. ഇപ്പൊ വിളിക്കാൻ പോവാണ്, ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ. പ്രേക്ഷകരോടോ നല്ലത് എന്ന് സ്വീകരിക്കുന്ന പ്രേക്ഷകരോട് നന്ദിയുണ്ട്. ഗംഭീര സിനിമ ഉണ്ടാക്കി ലാലേട്ടൻ നടനെ താരത്തെ ഒരുപോലെ ഗംഭീര സിനിമ. കേരളത്തിലെ മലയാളത്തിൽ ആദ്യത്തെ കേരളത്തിൽ 100 കോടി ഗ്രോത്ത് വരാൻ പോകുന്ന സിനിമയായിരിക്കും. അടിപൊളി പടം. ഈ മോഹൻലാൽ തുടരും. നല്ല പടമാണ്. നല്ല മൂവിയാണ്. ഭയങ്കര ത്രില്ലറാണ്. ഫാമിലി ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇവന് ഈ സിനിമയ്ക്ക് വിന്റേജ് എന്ന് കണ്ടാൽ പേരിട്ടിരുന്നത്. അപ്പം കറക്റ്റാ, നന്നായിട്ടുണ്ട്. നല്ല പടം.
ഗംഭീര സിനിമയാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വ്യത്യാസം പറയാനൊന്നും ഇല്ലാതെ ഫുള്ളൊരു നല്ല എന്റർടൈനർ ബെസ്റ്റ് സിനിമ. തരൺ മൂർത്തിയുടെ ഒരു എന്റർടൈനർ സിനിമയാണ്. എല്ലാവർക്കും കണ്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ല സിനിമ. ഇതിനൊക്കെ എല്ലാം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാം ഗംഭീര സിനിമയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന, ചെറുപ്പക്കാർക്കും ഫാമിലിക്കും എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. ഒരു രക്ഷയും നന്നായിട്ട് ഗംഭീരമാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ, സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല. സന്തോഷമുണ്ട്. തിരിച്ചു വിളിക്കും. അല്ല, ഒത്തിരി സന്തോഷമുണ്ട്. ഇത് നല്ല ഹൗസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഇന്നത്തെ എല്ലാ ബുക്കിംഗ്സും ഇപ്പൊ ഹൗസ്ഫുൾ ആണ്. പല അഡീഷണൽ ഷോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഫാൻസ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒത്തിരി സന്തോഷമുണ്ട്.